ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ഗാർലിക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി പ്രഷർ കുക്കറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ മൂടി ക്ലോസ് ചെയ്ത് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 8 ഗാർലിക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയുള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാടമുട്ടയാണ്. കാടമുട്ട ഒന്ന് പൊട്ടിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി മുരിഞ്ഞു വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണേ. മുട്ട ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബസുമതി റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്തെടുക്കുന്ന പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഒരു 5 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.